ആയ സയ്യിദുമാരൊക്കെ ഉള്ള സദസ്സാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇന്ന് ഈ മജ്‌ലിസ് നൂറിൽ എനിക്ക് ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വന്നവർക്ക് എല്ലാവർക്കും സംബന്ധിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. നേരത്തെ തന്നെ നമ്മുടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയതാണെന്ന്. എന്ത് കാര്യത്തിനും നമുക്ക് ബറക്കത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മജ്‌ലിസ് നൂർ എവിടെയും ചൊല്ലാം, അത് കിതാബിലുള്ളതാണല്ലോ. പക്ഷേ ആ മജ്‌ലിസ് നൂറും ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിട്ട് ചൊല്ലണം മജ്‌ലിസ് നൂറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഖാദിർ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണല്ലോ. എന്തുകൊണ്ട്? ഹൈദരലി തങ്ങൾ ഉപ്പാപ്പാക്ക് ഒരു ബറക്കത്തുണ്ട്. മുബാറക്കായ മനുഷ്യനാണത്, മുബാറക്കായ സയ്യിദാണ്. അവിടുത്തെ വാക്കുകൊണ്ട്, അവിടുത്തെ വാക്ക് കേട്ട് അനുസരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഈ മജ്‌ലിസ് നൂറിന് മറ്റു മജ്‌ലിസ് നൂറുകളേക്കാൾ ബറക്കത്തുണ്ട്. അപ്പോൾ ഈ സദസ്സ് മജ്‌ലിസ് നൂറിന്റെ ബറക്കത്തിന്റെ പുറമേയും ഈ മജ്‌ലിസിന് മറ്റു ബറക്കത്തുമുണ്ട്. അപ്പൊ ഇത് മുബാറക്കായ ഒരു സദസ്സാണ്. നമ്മുടെ ഈ നാട് നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് ബീരാൻ ഔലിയപ്പാപ്പായുടെയും ബീവി പൊട്ടച്ച ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അൻഹും അജ്മഈൻ, അവരുടെ നാടും പരിസരവും, ഈ നാടും ബറക്കത്താക്കപ്പെട്ടതാണ്. അവരുമായി ബന്ധപ്പെട്ടതെല്ലാം ബറക്കത്താക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ എന്തു വേണം? ബറക്കത്ത് എന്ന് പറയുന്നത് ഏറ്റവും മുബാറക്കായ ആളാരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഹബീബുനാ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു ഏറ്റവും മുബാറക്കായ മനുഷ്യൻ. ലോകത്ത് ഏറ്റവും ബറക്കത്തുള്ള ആൾ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളോട് ബന്ധപ്പെടുന്നതെല്ലാം ബറക്കത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അവിടുത്തെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരു ദിവസം കൈവച്ചു. ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് 106 വയസ്സാണ്. വഫാത്താകുമ്പോൾ തലയിലെ ആ കൈവച്ച സ്ഥലത്ത് ഒരു രോമം പോലും നരച്ചിരുന്നില്ല എന്ന് താരീഖിൽ കാണാൻ കഴിയും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ കൈവച്ചതിന്റെ ബറക്കത്താണ്. മാത്രമല്ല സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്ത് തൊട്ടിട്ട് ഒന്ന് കൈയൊന്ന് മണത്തിയാൽ റോസാപ്പൂവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നാണ്. എന്താണ് കാരണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കവിളത്തൊന്ന് ചെറുപ്പത്തിൽ ചുംബിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത്. തങ്ങളുടെ ഞാൻ വിശദീകരിക്കുകയല്ല, എല്ലാവരും അറിവുള്ളവരൊക്കെ തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം മുബാറക്കാണ്, എല്ലാ കാര്യങ്ങളും മുബാറക്കാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തൊന്നിലേക്ക് മുൻനിർത്തിയോ അതും മുബാറക്കാണ്, അതും ബറക്കത്താക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഇലാ ഹദ്റത്തി എന്ന് പറഞ്ഞു. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തൊന്നിലേക്ക് മുൻനിർത്തിയോ അത് ബറക്കത്താക്കപ്പെട്ടതായി. എന്തുകൊണ്ട്? ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ആൾ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമുക്ക് ബറക്കത്ത് വേണമെങ്കിൽ എന്ത് വേണം? തങ്ങളെ മുൻനിർത്തണം. നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് ആവശ്യമുണ്ട്. വീടിന്റെ ബറക്കത്ത് വേണം, വാഹനത്തിൽ ബറക്കത്ത് വേണം, സദസ്സിൽ ബറക്കത്ത് വേണം, പ്രവർത്തനത്തിൽ ബറക്കത്ത് വേണം, ജോലിയിൽ ബറക്കത്ത് വേണം. ബദരീങ്ങളെ ബറക്കത്തിനാൽ, അല്ലെ നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ചിലർക്ക് ബറക്കത്ത് ഉണ്ടാവില്ല, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല, എത്ര പൈസ കിട്ടിയാലും തികയില്ല. വാഹനത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല, വാഹനം ഇടിയോടിടിയാണ്. ജോലിയിൽ ബറക്കത്തില്ല, ജോലിക്ക് തട്ടുമുട്ടാണ്. കുടുംബത്തിൽ ബറക്കത്തില്ല, എന്നോ അടിപിടിയാണ്, സമാധാനമില്ല. മക്കളിൽ ബറക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കണില്ല. ഭാര്യമാരിൽ ബറക്കത്തില്ല, അനുസരണക്കേടാണ്. ഇതിന്റെ എല്ലാം കാരണം ബറക്കത്തില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുവരുന്ന കാര്യങ്ങളുടെ ആ കുറവുകൾ കാണുന്നത് ബറക്കത്തില്ലാത്തതിലാണ്. നമുക്ക് വിഷമങ്ങൾ വരും. ബറക്കത്തില്ലേ? എന്തെങ്കിൽ ബറക്കത്തില്ലേ? അത് ആയുഷിന്റെ ബറക്കത്ത് നോക്കുന്നത്. നമ്മളിപ്പോ ശഅബാൻ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ദുആ ചെയ്തു. എന്തായിരുന്നു? ഒരു യാസീൻ എന്തിനു വേണ്ടിയായിരുന്നു ദുആ ചെയ്തത്? ആയുഷിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി, അല്ലെ? എന്താണ് ഈ ബറക്കത്ത്? കുറെ ആളുകളുണ്ട്. അള്ളാഹു നമുക്കിടെ നമ്മുടെ ആയുഷിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുറെ ആളുകളുണ്ട്, കുറെ നാളങ്ങനെ ജീവിച്ചു, കുറെ അങ്ങനെ ജീവിച്ചു. എന്താ ഇപ്പൊ ഉണ്ടായത്? എന്ത് ചെയ്തു? എന്താ ഇപ്പൊ ചെയ്തത്? ലാസ്റ്റ് നോക്കുമ്പോ, കണക്കൂട്ടി നോക്കുമ്പോ ഒന്നുമില്ല, ബറക്കത്തില്ല.
ബറക്കത്തില്ല. അതേസമയം ചില ആളുകൾ കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ ലോകത്ത് അവർ ചെയ്തു പോയ കാര്യങ്ങൾ, സുഹൃതങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതം ബറക്കത്താക്കപ്പെട്ടതാണ്. അവരുടെ ജീവിതത്തിന്റെ ആ ബറക്കത്ത് പിന്നെയും ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആ ബറക്കത്ത് ആരിലൂടെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, സാദാത്തുൽ ഔലിയാ. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ സാദാത്തുൽ ഔലിയാ, ഔലിയാഇന്റെ നേതാക്കന്മാരാണ് ആര്? ബദരീങ്ങൾ. അതുകൊണ്ട് നമ്മൾ അവരുടെ ബറക്കത്ത് ചോദിക്കുന്നു. പിന്നീടോ ഔലിയാക്കന്മാരിലൂടെയാണ് പിന്നീട് ആ ബറക്കത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ നിസ്കാരത്തിലൊക്കെ ദുആ ചെയ്യാറില്ലേ? നിസ്കാരത്തിലൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്. എന്താ സ്വലാത്ത് ചൊല്ലണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എന്താ ചോദിക്കുന്നത്? كيف نصلي عليك يا رسول الله? നബിയേ, إن الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിൽ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാ കിറാം ചോദിക്കുന്നു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവിടുത്തെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയെ? അവിടുന്ന് ചൊല്ലിക്കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. കണ്ടോ, തങ്ങൾ അവിടെ കൂട്ടി. എന്താ കൂട്ടിയത്? ബാരിക് അലാ മുഹമ്മദിൻ. അല്ലാഹുവേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കണ്ടോ, അറിവും തിരിച്ചറിവും നമ്മൾ ഇതുവരെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താണെന്ന്. അറിവ് വേറെയാണ്, ഇതൊക്കെ നമുക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാ. പക്ഷെ ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അറിവ് വേറെയാണ്, തിരിച്ചറിവ് വേറെയാണ്. തിരിച്ചറിവ് കിട്ടണമെങ്കിൽ അറിവിൽ ബറക്കത്ത് വേണം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അറിവിൽ ബറക്കത്തിനെ അനുഗ്രഹിക്കട്ടെ. അതിനും വേണം അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഗുരുത്വവും പൊരുത്തവും ഉണ്ടെങ്കിൽ മാത്രമേ ബറക്കത്ത് കിട്ടുള്ളൂ. ബറക്കത്തിന്റെ ആളുകൾ അവരാണ്. ആര്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവർക്ക് ശേഷം വന്നവർ. ഞാൻ അതിലേക്കാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട്, ശറഫാക്കപ്പെട്ട അവിടുത്തെ നാവ് കൊണ്ട് അവിടുന്ന് ചൊല്ലിക്കൊടുത്തു, വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വഅലാ ആലി മുഹമ്മദിൻ, അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇനി ബാക്കി നിങ്ങൾ നോക്ക്, കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അതിങ്ങനെ അർത്ഥം വയ്ക്കും, കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നീ ബറക്കത്ത് ചെയ്തതുപോലെ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ. കൂടുതലും ഉസ്താദന്മാരോട് ബന്ധപ്പെടുന്ന ആളുകളായതുകൊണ്ട് അതിന്റെ അർത്ഥം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ എനിക്കും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്കാണ് കൂടുതൽ. ശരിയല്ലേ? യൂസുഫ് അലിഖാനെ പോലെ ഞങ്ങൾക്കും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ കാരണം യൂസുഫ് അലിഖാർക്ക് പൈസ കൂടുതലുള്ളത് തന്നെയാണ്, അല്ലേ? അതുപോലെ ഞങ്ങൾക്കും വേണം പഠിച്ചോനെ, അവനെ പോലെ ഞങ്ങൾക്കും വേണം, അവർക്കൊക്കെ നൽകിയത് പോലെ ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുമ്പോ അവർക്കാണെന്ത് കൂടുതൽ എന്നാണ്. അങ്ങനെ തന്നെയല്ലേ? നമ്മളെ കോമൺ സെൻസിൽ അങ്ങനെ തന്നെയല്ലേ വരിക? അല്ല, അങ്ങനെ തന്നെ വരിക അല്ലെ? അപ്പൊ എങ്ങനെ വരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നൽകിയ ബറക്കത്ത് പോലെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മുത്ത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിലും റസൂലുള്ളാഹിക്കും നീ ബറക്കത്ത് ചെയ്യണേ. അപ്പൊ ചോദിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണോ കൂടുതൽ ബറക്കത്ത് നൽകിയെന്ന് ചോദിക്കണം. അതാണല്ലോ അതിന്റെ നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ഓതി വിടും, പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനുമാണോ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞത് റസൂലുള്ളാഹിനേക്കാൾ കൂടുതൽ? അങ്ങനെ ആവുമ്പോഴാണല്ലോ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ചൊല്ലിത്തരുന്നു ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് നിസ്കാരത്തിലെ സ്വലാത്ത്, സ്വലാത്തുൽ ഇബ്രാഹിമിയ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും അനുഗ്രഹം ചെയ്തതുപോലെ റബ്ബേ റസൂലുള്ളാഹിക്കും കുടുംബത്തിനും അനുഗ്രഹം ചൊരിയണമേ. അപ്പൊ റസൂലുള്ളാഹിക്കും കുടുംബത്തിനും അനുഗ്രഹം ചൊരിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇബ്രാഹിം നബിക്ക് കുടുംബത്തിന് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ നേട്ടം. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ആ ബറക്കത്ത് ചോദിക്കാൻ കാരണം എന്താ? അതായത് അവിടെയാണ് ഔലിയാഇന്റെ സ്ഥാനവും മഹത്വവും ആ സ്വലാത്തിന്റെ തഫ്സീറിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഹബീബായ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും നൽകിയ ഒരു വലിയ അനുഗ്രഹം, വലിയൊരു ബറക്കത്ത് നൽകിയിട്ടില്ല. അത് പോലോട്ടത് നൽകാനാ ചോദിക്കുന്നത്. അത് നൽകിയിട്ടില്ല, നൽകാൻ പറ്റൂല. എന്താണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഒരു ബറക്കത്ത് റസൂലുള്ളാഹിക്ക് അത് നൽകിയിട്ടില്ല, നൽകാൻ പറ്റൂല. അതാണ് തങ്ങളെ ചോദിക്കാൻ കാരണം. ആ ഒരു ബറക്കത്ത് നൽകാൻ പറ്റൂല. എന്തായിരുന്നു ആ ബറക്കത്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് അവിടുത്തെ സന്താന പരമ്പരകൾ മുഴുവനും പ്രവാചകന്മാരായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങി ബനൂ ഇസ്രായേലിലെ പ്രവാചക പരമ്പരകൾ മുഴുവനും ശൈഖുൽ അംബിയാ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് പ്രവാചകന്മാർ കടന്നു വരുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ബറക്കത്ത് എന്താണ്? അവിടുത്തെ മക്കൾ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ മക്കളെ പ്രവാചകന്മാരെ നിയോഗിക്കാൻ പറ്റോ? ഇല്ല. അന്ത്യപ്രവാചകനാണ്. മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ്. പ്രവാചകന്മാരുടെ ശൃംഖലയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അത് പോലോത്തത് എങ്ങനെ കൊടുക്കുക? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? അതാണ് പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉമ്മത്തിൽ ആലി മുഹമ്മദിന്റെ തഫ്സീറിൽ അഹ്ലി ബൈത്ത് മാത്രമല്ല കുല്ലു അഹ്ലി സ്വഫാഇ വൽ വഫാ എന്നും കാണാൻ കഴിയും. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു തആല ഔലിയാക്കന്മാരെ കൊണ്ട് നിറച്ചു. അതാണ് റസൂൽ ദുആ ചെയ്തത്. എന്റെ സമുദായത്തിൽ ആ സ്വലാത്തിന്റെ അർത്ഥം ഇതാണ്. എന്താണ് അർത്ഥം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ പ്രവാചകന്മാരെ കൊണ്ട് ഞാൻ അനുഗ്രഹിച്ചതുപോലെ, ബറക്കത്ത് നൽകിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നീ ഔലിയാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഈ ഉമ്മത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്നാണ് 5 വഖ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഔലിയാക്കന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആ ദീൻ ലോകത്ത് നിലനിൽക്കുന്നത് ഇന്നമദ്ദീനു അൽ-ഇസ്ലാമു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ണിമുറിയാതെ ലോകത്തിനോളം വരെ കഴിഞ്ഞു വന്നിട്ടുള്ള മഹാരഥന്മാരിലൂടെയാണ്, ഔലിയാക്കന്മാരിലൂടെയാണ് ഈ 100 ലോകത്തേക്ക് പരക്കുന്നത്. അവരിലൂടെയാണ് ഈ ബറക്കത്താക്കപ്പെട്ട ദീൻ ലോകത്തേക്ക് പരിലസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമ് എല്ലാവർക്കും പഠിച്ചാലും വായിച്ചാലും ഒക്കെ കിട്ടും. ചേകന്നൂരിന് ഇൽമ് കിട്ടി. അങ്ങനെയുള്ള എത്ര ആളുകൾക്ക് ഈ ഇബ്ലീസിനെ ഭയങ്കര ഇൽമാണല്ലോ. ഇബ്ലീസിന് എന്താ ഇൽമിന്റെ കുറവൊന്നുമില്ലല്ലോ. ഇൽമ് എല്ലാവർക്കും പഠിച്ചാലൊക്കെ കിട്ടും. പക്ഷെ ഈ ബറക്കത്ത് വേണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പിൻഗാമികളായി വരുന്ന സച്ചരിതരായ സ്വഹാബത്തെ കിറാമിനെയും അവിടുത്തെ പിൻഗാമികളായി വരുന്ന ഔലിയാക്കന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരാളെ പോലും നമുക്ക് നിന്ദിക്കാൻ പാടില്ല. അവരിൽ നമുക്ക് മനസ്സിലാകാത്തവരും മനസ്സിലായവരും ഉണ്ടാവും. ഈ ഔലിയാക്കന്മാരുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അത് വലിയൊരു ചാപ്റ്റർ തന്നെയാണ്, വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അവിടെ കുറിച്ച് സംസാരിക്കാൻ നീളമായ ദീർഘമായ അപ്പോ മിനിഞ്ഞാന്ന് നമ്മുടെ അമ്പംകുന്ന് ബീരാൻ വലിപ്പന്റെ ദർഗയിൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിൽ നേർച്ച തുടങ്ങിയല്ലോ. അപ്പൊ അവിടെ പോയപ്പോ അവിടെ തൊട്ടപ്പുറത്ത് രാജേട്ടൻ ഉണ്ട്. ഇന്നും ഉണ്ടായാലും രാജേട്ടന്റെ ജ്യേഷ്ഠന്റെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ബാലനുണ്ട്. അപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാനൊരു ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ബാങ്ക് കൊടുത്ത ഉടനെ രാജേട്ടന്റെ വീട്ടിൽ നിന്ന് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു.
അപ്പൊ അത് കേട്ടപ്പോ എന്താണ് ഈ രാജേട്ടന്റെ പ്രത്യേകത എന്ന് നമുക്ക് അറിയണമല്ലോ. മക്കാമെന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ രാജേട്ടന്റെ വീട്ടിലേക്ക് പോയി. ആ രാജേട്ടന്റെ വീട്ടിൽ പോയപ്പോ ശരിയാണ്, അവിടെ അന്നദാനമുണ്ട്. രാജേട്ടനോട് ചോദിച്ചു, നിങ്ങൾ അമ്പംകുന്ന് ബിരാനിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ഇത് എന്റെ അച്ഛന കാരണന്മാരായിട്ടുള്ളതാണ്, 2ാം തലമുറയാണ്, അന്ന് മുതലേ ഉള്ളതാണ്. വേറൊരു അഭിനയം എനിക്കൊന്ന് സംസാരിക്കണം നിങ്ങളോട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം അതിന്റെ ആളാണ്, നിങ്ങൾ സംസാരിച്ചോ. അപ്പൊ ബാലൻ വന്ന ആള് വന്നു. അപ്പൊ ബാലറ്റോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്നും ഈ തിരക്കൊന്നുമില്ല. ഞങ്ങളുടെ തിരക്ക് കഴിയാൻ നേരമില്ല, എനിക്ക് ജുമാക്ക് പോകണം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളോട് അമ്പംകുന്ന് ബിരാനി ഉപ്പാപ്പാനുള്ള മഹബത്ത് കൊണ്ട്, നിങ്ങൾ അവരെ കണ്ടവരായതുകൊണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാനം മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ടൊന്ന് സംസാരിക്കണമെന്ന് വെച്ച് ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം ഉടനെ പണിയൊക്കെ നിർത്തിയിട്ട് വരിന്നൊന്ന് ഇരുത്തി. അദ്ദേഹത്തിന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാൻ, അദ്ദേഹത്തിന്റെ ഒരു ഈമാൻ, ഉപ്പാപ്പയോടുള്ള ആ മഹബത്ത്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ അല്ല, മഹബ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, അൽ ഈമാനു അൽ മഹബ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തില്ലാത്തവന് ഈമാനില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിനോട് നിങ്ങൾക്ക് മഹബത്തുണ്ടോ? നമുക്ക് മഹബത്തുണ്ടോ? നമുക്ക് ഈമാനുണ്ട്. അല്ലാഹുവിനോടും റസൂലിനോടുള്ള മഹബത്തിന്റെ പേരാണ് ഈമാൻ. അപ്പൊ നമ്മുടെ ഈമാൻ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് നമുക്ക് എത്ര മഹബത്ത് ഉണ്ടെന്ന് നോക്കണം. അത്രേ നമുക്ക് ഈമാൻ ഉള്ളൂ. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സാധനമാണ്. മഹബത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സാധുവായ എന്നെ ഇവിടെ ചെയ്തൽവിയൊക്കെ ക്ഷണിച്ചതും നിങ്ങളെല്ലാവരും ക്ഷണിച്ചതും ഇപ്പൊ കാലയിൽ വന്നതൊക്കെ മഹബത്തിന്റെ പേരില്ല. എന്താണ് ആ മഹബത്ത്? ഈ ഒരു കൂട്ടായ്മ മുഅ്മിനീങ്ങളിൽ മഹബത്താണ്. അപ്പൊ അൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറഞ്ഞതുപോലെ ബാലേട്ടൻ പറഞ്ഞു ബാലേട്ടന്റെ കണ്ണീര് ചാടാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, ചരിത്രങ്ങൾ ചുരുക്കി പറയാ. അപ്പൊ ഔലിയപ്പ പറയാണ്, നമുക്കൊരു നേർച്ച വെച്ചാലോ? ആ, നേർച്ച വെക്കാം. ഉപ്പാപ്പ അവിടെ നിന്ന് പലരും അങ്ങോട്ടും കൂടെ ഉണ്ടാവാനൊക്കെ നോക്കിയതൊക്കെ ചർച്ചകളൊക്കെ വിഷയം വേറെ. അപ്പൊ നേർച്ച വെക്കാന്ന് പറഞ്ഞു. നേർച്ച വെക്കുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ഉപ്പാപ്പ പറയാണ്, ആദ്യം രാജേട്ടന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ആവട്ടെ പെട്ടി വരവ്. അപ്പൊ എങ്ങനെ വരവ് എന്നറിയോ? വരവ് എങ്ങനെയാണ്? അന്ന് കാലത്ത് കിട്ടാവുന്നതിൽ വെച്ചുള്ള ചെണ്ടയും ദഫും മറ്റേ തബലയും മുട്ടും വിളി, അന്ന് കാലത്ത് കിട്ടാവുന്ന എല്ലാ വാദ്യോപകരണങ്ങളുമായിട്ട് കൊട്ടിമുട്ടി പാടി വിളിച്ചു വരണം. എന്നിട്ട് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാനൗലിയപ്പാപ്പയും പരിവാരങ്ങളും അതിനെ എതിരേൽക്കും. നമ്മൾ എങ്ങനെ അത് കിതാബിൽ കാണിക്കും? ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ അത് കിതാബിൽ കാണിക്കും? അപ്പോ എന്നാൽ ഇത് നടത്താൻ നടത്തിക്കുന്ന ആരാണ്? ഇത് നടത്തിക്കുന്ന ആളാരാണ്? അജ്മീർ ഫഖീർ അമ്പംകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ആണ് ഇത് നടത്തിക്കുന്നത്. നേതൃത്വം കൊടുക്കുന്നത് വെറുതെ മാറി നിൽക്കുന്നില്ല, നേതൃത്വം കൊടുക്കുന്നത് മഹാനവറുകളാണ്. അവസാനം നമ്മുടെ ബാലേട്ടൻ പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ തട്ടിപ്പോയി. ഒരു കുറെ കാര്യം മറ്റേ അവസാനം പറയാം, അള്ളയും അള്ളാന്റെ റസൂലും നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ. അള്ളയും അള്ളാന്റെ റസൂലും നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ. ഞാൻ അജ്മീറിൽ 9 ദിവസം പോയിരുന്നു. അജ്മീറിൽ പോയപ്പോ അജ്മീറിൽ ഞാൻ ചെന്നപ്പോ എല്ലാവരും എനിക്ക് വഴി മാറി തന്നു. അകത്ത് നിന്ന് ഒരു മസ്താൻ അവിടുന്ന് പട്ട് എടുത്ത് എന്റെ തലയിൽ കെട്ടി തന്നു. ഇന്നും എന്റെ പട്ട് തലയിൽ വീട്ടിലുണ്ട്. അപ്പൊ മുപ്പരാരാന്ന് അങ്ങനെ അറിയുന്നത് എങ്ങനെയാ അവിടെ? അപ്പൊ നമ്മൾ കാണുന്നതല്ല ലോകം, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. അതുപോലെ തന്നെ അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പക്ക് ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി. സാധുവായി ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അദ്ദേഹം വഫാത്തായി. കൃഷ്ണൻകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കൃഷ്ണൻകുട്ടി ഏട്ടൻ ആദ്യമായിട്ട് അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു പാട്ട് എഴുതിയിട്ടാണ് പോയത്. ആ പാട്ട് എഴുതിയ കാര്യം കൃഷ്ണൻകുട്ടി ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ലോകത്തൊരാൾക്കും അറിയില്ല, അള്ളാഹ്ക്കും കൃഷ്ണൻകുട്ടി ചേട്ടന് മാത്രമേ അറിയുള്ളൂ. വലിയോരെ കണ്ടത് മുതൽ പൊന്നോണം വന്നത് പോലാ, ഇതൊക്കെ നല്ല രസമുള്ള പാട്ട്. ഞാൻ പാട്ട് പറഞ്ഞില്ല, സമയം പോയി. അപ്പോ കൃഷ്ണൻകുട്ടിയേട്ടൻ പാട്ട് എഴുതിയിട്ട് അത് പോക്കറ്റിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു? അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ചെന്നപാട് ഉപ്പാപ്പ വിളിച്ചു, പാട്ടുകാരൻ അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, ആ പാട്ടൊന്ന് പാടിയത്. പടച്ചോനെ നെഞ്ചടി കിടുങ്ങിപ്പോയി. പാട്ട് എഴുതി വെച്ച കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. പാട്ട് പാടാൻ പറഞ്ഞു. മാത്രമല്ല വിളിച്ചു വരുത്തി മടിയിലെത്തി പിന്നെ കാണുമ്പോഴെല്ലാം കെട്ടിപ്പിടിച്ച് ചേർത്തിരുത്തുമായിരുന്നു, പാട്ട് പാടിക്കുമായിരുന്നു. അദ്ദേഹം വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് ചാടി. അദ്ദേഹം പറയാ, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് പറയുമ്പോ കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് നൽകപ്പെട്ട നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവുകൾ വളരെ തുച്ഛമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമുക്കറിയാത്ത ഒരുപാട് അറിവുകളും ലോകത്തുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ, ഖുതുബുൽ അഖ്താബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പേരക്കുട്ടി
അബ്ദുൽ കരീമുൽ ജീനി റളിയല്ലാഹു അൻഹു അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അത് വായിക്കണമെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിലും അള്ളാഹു തൗഫീഖ് ചെയ്യണം. അത്രയും വലിയ അഗാധമായ ഇൽമ. അതിന്റെ വിഷയം തന്നെ അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ചേ പറയാനുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മാത്രമേ അതിന് പറയാനുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ച ഉദ്ദേശം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വർഗത്തെ കാണിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ വളരെ വിശാലമാണ്. ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ മൂന്നാമത്തെ തട്ടിൽ ഈ ലോകത്ത്, ഇഹലോകത്ത് അമുസ്ലിമീങ്ങളായി അല്ലെങ്കിൽ ഹിന്ദുക്കളെന്നോ മറ്റുള്ള ജാതികളെന്നോ പറയുന്ന പോലെ ജീവിച്ചിരുന്നവരായിട്ടുള്ളവരാണ് സ്വർഗത്തിന്റെ മൂന്നാം തട്ടിൽ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വക എഴുതിയിട്ടില്ല, പേന വച്ചിട്ടേ ഉള്ളൂ, എഴുതിയത് മുഴുവനും അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ പേന എഴുതിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ഗ്രന്ഥമാണ്. ഞാൻ ചുരുക്കി പറയുക, നമ്മൾ മനസ്സിലാക്കിയതല്ല. ഔലിയാക്കന്മാർ എന്ന് പറയുന്ന അവർ മുബാറക്കാണ്, അവർ ബർക്കത്താക്കപ്പെട്ടവരാ, അവരോട് ബന്ധപ്പെടുന്നതെല്ലാം ബർക്കത്താക്കപ്പെട്ടതാണ്. ഔലിയാക്കന്മാരിൽ നമ്മൾ മനസ്സിലാക്കാത്ത രഹസ്യങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെയുമുണ്ട്. അവർക്ക് ആണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അവർക്കാണ് അറിയുക. അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രത്യേകത ലഭിക്കുന്നത്. സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ഞാൻ ചില ഓർമ്മകൾ നേടുന്നിരുന്നു മാത്രം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, അള്ളാഹുവിന്റെ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ വിശ്വസിച്ചവരെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കണേ. മൂത്തു, നിങ്ങൾ മരിക്കണം. ഖബല അൻ തമൂത്തു, മരിക്കുന്നതിന് മുമ്പേ ഒന്ന് മരിക്കണേ. ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അതൊക്കെ പൂർത്തീകരിച്ചവരാണ് ആര്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. നമുക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുറവ് നമ്മൾ മനസ്സിലാക്കുക. വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആകണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിച്ചിറ ബീവി, അമ്മങ്ങുപ്പാപ്പ, അങ്ങനെ മഹാന്മാർ പോലും നമ്മൾ തല കുനിക്കണം. നമ്മൾ തല കുനിച്ചേ പറ്റൂ. ആദരിച്ചേ പറ്റൂ. പ്രായം കൊണ്ട് ചെറുതായേക്കാം, പ്രായം കൊണ്ട് വലിപ്പമുള്ളവരാവാം, ചെറുപ്പമുള്ളവരാവാം, അതൊന്നും വിഷയമല്ല. ആദരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? അവർക്ക് നൽകപ്പെട്ടത് നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ശ്രേഷ്ഠത നിങ്ങളെക്കാൾ കൂടാൻ കാരണം കുറെ നിസ്കരിച്ചത് കൊണ്ടോ കുറെ നോമ്പ് നോറ്റതുകൊണ്ടോ അല്ല. ആരായി പറയണത്? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണം കുറെ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റതുകൊണ്ടോ അല്ല. വലാകിൻ ബിശൈഇൻ മുഖ്റ ഫീ ഖൽബിഹി, മറിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ആഴ്ത്തിയിറക്കപ്പെട്ട ഒരു രഹസ്യത്തിന്റെ പേരിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചുള്ള അഗാധമായ ഇൽമ്. ഇതാണ് ഇവരുടെ മുതൽ, ഇതാണ് ഇവർക്ക് കിട്ടുന്ന മുതൽ. അത് അള്ളാഹു തന്നെ തരും വേണം. അള്ളാഹുവിന്റെ ഒന്നാമത്തെ സിഫത്ത്, അള്ളാഹു വാജിബായ സിഫത്ത് 20 ഉണ്ട്. ഒന്നാം സിഫത്ത് ഏതാ? അത് പഠിക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഒന്നാം സിഫത്ത് ഏതാ? അള്ളാഹുവിന്റെ വാജിബായ സിഫത്തിൽ ഒന്നാമത്. എല്ലാവർക്കും, എനിക്കല്ല, ഉസ്താദുമാർക്കല്ല, നാടന്മാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ നിർബന്ധമാണ്. എല്ലാവർക്കും പഠിക്കാൻ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് 20 പഠിക്കണം. മുസ്തഹീലായ സിഫത്ത് 20 പഠിക്കണം. ജായിസായ സിഫത്ത് 1 പഠിക്കണം. നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയി. ഒന്നാം സിഫത്ത് ഏതാണ്? വുജൂദ്. അള്ളാഹുവിന്റെ ഒന്നാം സിഫത്ത് വുജൂദ്. അവന് ഉണ്മ, ആസ്തിക്യം അവന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിഫത്ത് പോലും നമുക്കറിയില്ല. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയോ? പിന്നെ നമുക്ക് അങ്ങനെ അള്ളാഹിനെ അറിയില്ല. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കടന്നിട്ടില്ല, അള്ളാഹുവിനെ കടന്നിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിലോ അള്ളാഹുവിന്റെ നൂറായ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഒരിക്കലും അള്ളാഹിനെ അറിയാനും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ലോകത്തിന്റെ വുജൂദ് അള്ളാഹു കൊണ്ടുവന്നത്. അപ്പൊ വുജൂദിനെ കുറിച്ച് അറിയണം. വുജൂദ് എങ്ങനെയാണെന്ന് അറിയണം. ആലമിന്റെ വുജൂദ് എങ്ങനെയുണ്ടായി അറിയണമെങ്കിൽ റസൂലിനെ കുറിച്ച് അറിയണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ഈ ആലമിന്റെ വുജൂദ്. അതെങ്ങനെയെന്ന് അറിയണം. നമ്മുടെ വുജൂദ് എങ്ങനെയെന്ന് അറിയണം. നമ്മളെ കുറിച്ച് അറിയണം. ഇങ്ങനെയൊക്കെ അറിഞ്ഞ് അതിലേക്ക് കടന്ന് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മഹാന്മാര് ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ അവർ കടന്ന് അവര് വകുപ്പ് വേറെയായി. അതുകൊണ്ടാണ് അപ്പൊ അവർക്ക് വേറെ ഇൽമുകളുണ്ട്. അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത പ്രത്യേക ഇൽമുകൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കഹ്ഫ് സൂറത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം വിശദീകരിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഖിദർ നബിക്ക് നൽകപ്പെട്ട അറിവ്, ആ അറിവ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മൂസാ നബിക്ക് നൽകപ്പെട്ടിട്ടില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പേടിക്കണ്ട. മൂസാ നബിക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്
ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് നൽകപ്പെട്ട റുഷ്ദിൽ നിന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിക്കുമോ? ആരാണ് ചോദിക്കുന്നത്? ഉൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. ശ്രേഷ്ഠതയിൽ ആരാണ് വലുത്? സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സംശയം വേണ്ട, ശ്രേഷ്ഠതയിൽ ഖിദ്ർ നബിയേക്കാൾ ശ്രേഷ്ഠത ആർക്കാണ്? മൂസാ നബിക്ക് തന്നെയാണ് ഉൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. പക്ഷെ ഈ വിഷയത്തിൽ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താഴെയാണ് ആര്? പഠിക്കാൻ വേണ്ടി പോയി. എന്നിട്ടോ ചരിത്രം വിശാലമാണ്, അവിടേക്ക് കടക്കുന്നില്ല. ഖിദ്ർ നബിക്ക് നൽകപ്പെട്ട അറിവ് ആർക്കില്ല? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, മൂസാ നബിക്ക് നൽകപ്പെട്ടിട്ടില്ല. റഹിമല്ലാഹു മൂസ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ചരിത്രം പറഞ്ഞിട്ട് മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, കുറച്ചുകൂടി ക്ഷമിച്ചു നിന്നിരുന്നെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി അറിവ് കിട്ടുമായിരുന്നു. മൂസാ നബി ഇടഞ്ഞുപോയി എന്ന് പറഞ്ഞാല് ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന കാര്യങ്ങളെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂസാ നബിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂസാ നബിക്ക് നൽകപ്പെട്ട അറിവനുസരിച്ച് തെറ്റായിരുന്നു. അപ്പൊ മൂസാ നബി എതിർത്തപ്പോ ഖിദ്ർ നബി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ഞാൻ ചുരുക്കാൻ ഒരു സൂചന മാത്രം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മുബാറക്കാണ്, ബറക്കത്താക്കപ്പെട്ടവരാ. അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അത് മാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ വഴി. അള്ളാഹു സുബ്ഹാനഹു വ തആല അളവും തൂക്കവും നോക്കാതെ, നമ്മുടെ അറിവ് വെച്ച് അളക്കാതെ അള്ളാഹുവിന്റെ സർവ്വ ഔലിയാക്കന്മാരെയും ആദരിക്കാനും ബഹുമാനിക്കാനും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും അത് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇഹത്തിലും പരത്തിലും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവാനുള്ള മാർഗമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെയൊക്കെ മഹളായ ഫദ്ൽ കൊണ്ട് ആ ബർക്കത്താക്കപ്പെട്ടവരിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദുആയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്.